വെപ്രാളപ്പെട്ട് ഈ ചോറും കഴിച്ചിട്ട് എവിടെയാണ് പോകുന്നതല്ലേ? ഇന്ന് ഹെന്ന വർക്കൊന്നുമല്ല. എപ്പോഴും വർക്കിന് പോകുമ്പോഴത്തേക്ക് ഇക്കായെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഇക്കാക്കും ഇക്കാടെ വർക്ക് ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ വണ്ടി ഓടിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന് മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഡ്രൈവിംഗിന്റേത്. അപ്പൊ ഇന്ന് ആദ്യം തന്നെ എടുക്കുന്നത് ടൂ വീലർ ആണ് കേട്ടോ. ടൂ വീലറിന്റെ പ്രാക്ടീസ് ആണ് ഈ നടക്കുന്നത്. മുന്നേ തന്നെ സൈക്കിൾ ഓടിച്ച് പരിചയമുണ്ട്. അതുപോലെ തന്നെ മുമ്പ് സ്കൂട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ MIT എടുത്തപ്പോഴത്തേക്ക് വലിയ പാടൊന്നും തോന്നിയില്ല. അങ്ങനെ സ്കൂട്ടി പ്രാക്ടീസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇനി അടുത്ത പോകുന്നത് കാറ് പഠിക്കാനായിട്ടാണ്. കാറിന്റെ മൂന്നാമത്തെ ക്ലാസ്സും സ്കൂട്ടിയുടെ രണ്ടാമത്തെ ക്ലാസ്സും ആണ് കേട്ടോ ഈ കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞത് എന്നെ ആലങ്കോട് തിരിച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ്സും കയറി പോകുന്നത് കൊറിയർ എടുക്കാനാണ്. ആറ്റിങ്ങിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. അതും എടുത്തുകൊണ്ട് തിരിച്ച് ബസ് കയറാൻ വന്നപ്പോഴത്തേക്കാണ് ഇതുവരെയും ഞാൻ എന്നെ ഈ അടുത്ത് കിടന്നിട്ട് പോലും കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലം ബസ്സിന്റെ ബോർഡിൽ കാണുന്നത്. പേരാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞു പോലും കൂടെ കേട്ടോ ഇത് എവിടെയാണ്. വൈകിട്ട് 4 മണി സമയമായതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ആളായിരുന്നു ബസ്സിലെ. ഇടിയൊക്കെ കൊണ്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കാണ് വേറൊരു കാഴ്ച കാണുന്നത്. ഒരു സൈഡിലായിട്ട് ഒരു കാക്കയും ചത്ത് കിടപ്പുണ്ട്. അപ്പുറത്തെ ലൈൻകമ്പിയിലായിട്ട് ഒരു വവ്വാലും ചത്ത് കിടപ്പുണ്ട്. രണ്ടിന് ഷോക്ക് ഏറ്റതാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വ്ലോഗ്സ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയിൽ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.